കാലക്സിന്റെ കൂടെ അവളിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ ഫ്രണ്ട്സ് ഒക്കെ അവനെ കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. അവനും അവരുടെ കൂടെ പോകുന്നു. അന്നേരം റൂമിൽ ഉണ്ടായിരുന്ന ഏമി അവനൊരു നല്ല ലോയർ ആയിട്ട് വരണം, അതുകൊണ്ട് നീ അവനെ കുറച്ച് ദിവസത്തേന് ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കണമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലൂണയ്ക്ക് വിഷമമാകുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ലൂണയും അവരും കൂടി ഒരു ഗെയിം കളിക്കുന്നു. അന്നേരം ഏമി അവളെ ടീസ് ചെയ്യുന്നു. അത് ലൂണയ്ക്ക് ഒത്തിരി വിഷമമാകുന്നു. അതുകൊണ്ട് ലൂണ അച്ഛൻ കോൾ ചെയ്തെന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. കാലക്സ് പുറകെ എത്തുന്നു. പക്ഷെ ലൂണ അതിനുള്ളിൽ കാറിൽ കയറി പോകുന്നു. നെക്സ്റ്റ് ഡേ ലൂണയുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അങ്ങോട്ട് കാലക്സും വരുന്നു. അന്നേരം ലൂണ അവൻ കാണാൻ വേണ്ടിട്ട് വേറെ ഒരു ചെറുക്കനായിട്ട് വർത്താനം പറയുന്നു. അത് കണ്ട് കാലക്സിന് ദേഷ്യം വന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ലൂണ അവന്റെ പുറകെ ചെല്ലുന്നു. അന്നേരം അവൾ ഏമിയുടെ കാര്യം ചോദിക്കുന്നു. കാലക്സ് പറയുന്നു അവൾ എന്റെ ഫ്രണ്ട് ആണെന്ന്. അപ്പൊ ഞാൻ നിനക്ക് ആരാണെന്ന് ചോദിക്കുന്നു. അന്നേരം അവിടെ തന്നെ ലൂണനെ കാലക്സ് പ്രൊപ്പോസ് ചെയ്യുന്നു. ഇപ്പൊ പ്രസന്റ് ആണ് കാണിക്കുന്നത്. ലൂണയുടെ കമ്പനിയിൽ ന്യൂ ആയിട്ട് ഒരു ക്ലയന്റ് വരുവാണെന്നും പറഞ്ഞ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലയന്റ് വേറെ ആരുമല്ല, കാലക്സ് ആണ്. സ്റ്റാർട്ടിംഗിൽ 10 years ബാക്ക് ലൂണയുടെ ഡിസൈൻ കണ്ട അവനൊത്തിരി ഇഷ്ടമാകില്ലായിരുന്നു. ആ ഡിസൈൻ ആണ് ഇപ്പൊ കാലക്സ് ലൂണയുടെ അടുത്ത് കൊടുത്തിട്ട് അതുപോലത്തെ ഒരു ഡിസൈൻ എനിക്ക് വരച്ചു തരണമെന്ന് പറയുന്നു. എപ്പിസോഡ് 4 and 5 നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണേ. എപ്പിസോഡ് 4 and 5 നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണേ.